ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലാസ്റ്റിസിറ്റി, അതുപോലെ ഏതൊക്കെയാണ് സ്ട്രെസ്, സ്ട്രെയിൻ ഏതൊക്കെയാണ് ഉള്ളത് എന്നിവയെല്ലാം പറഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പലതരം ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഉണ്ട്, ഏതൊക്കെയാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്നുള്ളവയാണ്. സോ ലെറ്റ്സ് ചെക്ക് അബൌട്ട് ഡിഫറെൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. അപ്പോൾ ആദ്യത്തെ ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് യങ്സ് മോഡുലസ്. So you have Young's modulus. So within elastic limit, the ratio of longitudinal stress to the corresponding strain is called Young's modulus for the material of a body and is denoted by Y. So Y is equal to longitudinal stress divided by longitudinal strain. ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്സ്. സോ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. So consider a wire of length capital L. അതിൻ്റെ area of cross section, so this is the length of the wire, area of cross section A, and when you are applying a force F, so F എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എലോങ്ങേഷൻ ഉണ്ടാവുന്നുണ്ട്, ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ എലോങ്ങേഷൻ എൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം യു വിൽ ഹാവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സോ സ്മോൾ എൽ ബൈ ക്യാപിറ്റൽ എൽ. അപ്പോൾ നമുക്ക് കിട്ടി സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടി, സ്ട്രെയിൻ്റെ വാല്യൂ കിട്ടി. ഇത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ദാറ്റ് മീൻസ് യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സോ എഫ് ബൈ എ ഡിവൈഡഡ് ബൈ എൽ ബൈ എൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു സ്മോൾ എൽ. ഇതാണ് നമുക്ക് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ. സോ ബാക്കിയെല്ലാം നമുക്ക് പലതരം ഇതെല്ലാം ഇതിനകത്തു നിന്നാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ദ യങ്സ് മോഡുലസ്. അടുത്ത ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് നമുക്ക് നോക്കാം. അതിൻ്റെ പേരാണ് ബൾക്ക് മോഡുലസ്. ഈ ബൾക്ക് മോഡുലസിൻ്റെ കേസ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സോളിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്, അപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. വെൻ എ ഫ്ലൂയിഡ് ഓർ സോളിഡ് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച് ഇൻ പ്രഷർ. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സൈഡിൽ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വോള്യൂം ചേഞ്ചസ്, പക്ഷേ ഷേപ്പ് അൺചേഞ്ച്ഡ് ആണ്. സോ സപ്പോസ് വോള്യൂം ചേഞ്ചസ് and shape unchanged. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചേഞ്ച് ഇൻ വോള്യൂം പെർ യൂണിറ്റ് വോള്യൂം ഉണ്ടാവും. സോ അതിനെ പറയും സ്ട്രെയിൻ എന്ന്, അഥവാ വോള്യൂം സ്ട്രെയിൻ. ആൻഡ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ദ റേഷ്യോ ഓഫ് uniform and normal stress on the surface of a body to the volumetric strain, that is called bulk modulus of the material. അപ്പോൾ അത് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് കെ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ ലെറ്റ് ക്യാപിറ്റൽ വി ബി ദ ഒറിജിനൽ വോള്യൂം. Now
you are applying a force and consequently there is a pressure P. അപ്പോൾ പ്രഷർ ഉണ്ടാവുന്നത് കൊണ്ട് ഒരു പ്രഷർ അതിൻ്റെ ബോഡിയുടെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ വോള്യം. അതായത് ഒറിജിനൽ വോള്യം V ആയിരുന്നു, ദാറ്റ് ചേഞ്ചസ് ടു V മൈനസ് സ്മോൾ v. ഞാൻ സ്മോൾ v എന്നിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഇടണം. ദാറ്റ് മീൻസ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ P, ആൻഡ് വോള്യം സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്മോൾ v ബൈ ക്യാപിറ്റൽ V. നൗ നമുക്കറിയാം ബൾക്ക് മോഡുലസ് K ഈസ് ഈക്വൽ ടു നമുക്ക് വോള്യം സ്ട്രെസ് ബൈ വോള്യം സ്ട്രെയിൻ ആണ്. സോ വോള്യം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ P ഡിവൈഡഡ് ബൈ വോള്യം സ്ട്രെയിൻ സ്മോൾ v ബൈ V. ഇനി ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഈ ചേഞ്ച് ഇൻ വോള്യമാണ് ഇവിടെ വന്നത്, ചേഞ്ച് ഇൻ വോള്യം ബൈ ഒറിജിനൽ വോള്യം. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വോള്യം കുറയുകയാണ് ചെയ്യുക. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ വോള്യം ഈസ് നെഗറ്റീവ്. പക്ഷേ നമ്മുടെ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എല്ലാം പോസിറ്റീവാണ്. അതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ യു ഗെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് പി വി ബൈ വി. ഓക്കെ, പി വി ബൈ സ്മോൾ വി. നൗ ഇതിനകത്ത് തന്നെ വേറൊരു കാര്യം കൂടി നോക്കാണ്ട്, compressibility. So let's define a quantity called compressibility. Compressibility is equal to 1 by bulk modulus. So that is equal to minus V by V divided by P. That is the bulk modulus. So ഇതറിയാമെങ്കിൽ നമുക്ക് വേറെ ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി കൂടി നോക്കി നോക്കാം. ദാറ്റ് ഈസ് കോൾഡ് ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് ഇലാസ്റ്റിസിറ്റി. സോ നമുക്ക് ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി ഒന്ന് നോക്കി നോക്കാം. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഡിഫൈൻ ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി. Isothermal elasticity എന്ന് പറഞ്ഞാൽ it is the elasticity when the change in volume of the gas taken place with pressure and temperature remaining constant. അതിനെ E സഫിക്സ് I എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പ്രഷർ ഇൻറ്റു വോള്യം ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി ഇസ് ദ ഇലാസ്റ്റിസിറ്റി വെൻ എ ചേഞ്ച് ഇൻ വോള്യം ഓഫ് ദ ഗ്യാസ് ടേക്സ് പ്ലേസ് വിത്ത് പ്രഷർ വിത്ത് ദ ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി വെച്ചിട്ട് അതിൻ്റെ വോള്യം ചേഞ്ച് വിത്ത് പ്രഷർ അതിൻ്റെ ആ ഒരു ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമുക്കറിയാം വെൻ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ് പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ബൈ ബോയിൽസ് ലോ. ഞാൻ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. സോ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി ഇൻറ്റു ഡി വി പ്ലസ് വി ഇൻറ്റു ഡി പി ഈസ് ഈക്വൽ ടു 0 ഓർ പി ഈസ് ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ minus dV by V. That is the isothermal elasticity. So the isothermal elasticity of the perfect gas is equal to its original pressure. അടുത്തത് adiabatic elasticity ഒന്ന് നോക്കി നോക്കാം. Next one is adiabatic elasticity. സോ അഡിയബാറ്റിക് ഇലാസ്റ്റിസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഇത് സെയിം തന്നെയാണ്, പക്ഷേ ഒറ്റ കാര്യങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ഇതിനകത്ത് ഹീറ്റ് ഈസ് നോട്ട് അലൗഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് എങ്ങനെയാണ്?
Adiabatic elasticity of a gas is the elasticity when change in volume of a gas taken place with pressure but no heat is allowed to enter or leave the gas. അതായത് ഹീറ്റ് എക്സ്ചേഞ്ച് പാടില്ല. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇ സഫിക്സ് എ എന്നാണ്. നമുക്കറിയാം ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും അങ്ങോട്ടും പറ്റില്ലെങ്കിൽ വി നോ ദ ഇക്വേഷൻ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു constant. Here gamma is the ratio of the specific heats of the gas. ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി ഇൻറ്റു ഗാമ വി റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു ഡി വി പ്ലസ് വി റേസ് ടു ഗാമ ഇൻറ്റു ഡി പി ഈക്വൽ ടു 0. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ ഇൻറ്റു പി ഡി വി പ്ലസ് വി ഡി പി ഈക്വൽ ടു 0 എന്നാവും. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് റീഅറേഞ്ച് ചെയ്തിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെല്ലാം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആൻഡ് ഗാമ പി മാത്രം ഒരു സൈഡ് നിർത്തി കഴിഞ്ഞാൽ ഗാമ പി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡി പി ഡിവൈഡഡ് ബൈ dV by V. This is the adiabatic elasticity. അപ്പോൾ നമുക്കത് വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ പി എന്നൊരു സാധനം ഉണ്ട്, പക്ഷേ തൊട്ട് മുമ്പ് നമുക്ക് കിട്ടി ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇ ഐ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി. അപ്പോൾ ഈ പിക്ക് പകരം എനിക്ക് അവിടെ ഇ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി നോ ദാറ്റ് പി ഈസ് ഈക്വൽ ടു ഇ ഐ. അപ്പോൾ അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ഗാമ ഇൻറ്റു ഇ ഐ ഈസ് ഈക്വൽ ടു ഇ എ, അല്ലെങ്കിൽ ഗാമ ഈസ് ഈക്വൽ ടു ഇ എ ബൈ ഇ ഐ. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ടു ഇലാസ്റ്റിസിറ്റീസ് ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് ടു സ്പെസിഫിക് ഹീറ്റ്സ്. ഇപ്പോൾ വോള്യം ബൾക്ക് മോഡുലസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതുള്ളത് റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് റിജിഡിറ്റി മോഡുലസ്. അത് നിങ്ങളുടെ ഡെഫിനേഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഡെഫിനേഷൻ എങ്ങനെയാണ് വരുന്നത്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ റേഷ്യോ ഓഫ് ടാൻജൻഷ്യൽ സ്ട്രെസ് ടു ദ ഷിയറിംഗ് സ്ട്രെയിൻ ഈസ് കോൾഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് ദ മെറ്റീരിയൽ. അത് ഡിനോട്ട് ചെയ്യുന്നത് ഈറ്റ എന്നുള്ള ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാം. സോ വാട്ട് യു ഹാവ് ഇസ് a cube and സോറി ഞാനത് വരയ്ക്കുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല, പക്ഷെ നമുക്ക് തൽക്കാലം വേറെ വഴിയില്ല. ഇനി ഇപ്പോൾ അതിനകത്തൊരു ടാൻജൻഷ്യൽ ആയിട്ട് ഇങ്ങനെ ഒരു ഡയറക്ഷനിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫേസ് ഏകദേശം ഇങ്ങനെ മാറും. ആൻഡ് ഇവിടുന്നത് ഇത് ഇങ്ങനെ തന്നെ മാറും. ഇങ്ങനെയാണ് അത് മാറും. ഓക്കെ, സോ ലെറ്റ്സ് കൺസിഡർ ദിസ് ഫേസ് എ ബി സി ഡി. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ പൊസിഷൻ എ ഡാഷ് ബി ഡാഷ് എന്നുള്ള പൊസിഷനിലേക്ക് മാറി. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഫൈ. ഓക്കെ, അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഈ ആംഗിളാണ് ഫൈ. നൗ ലെറ്റ്സ് കൺസിഡർ അനദർ തിങ്. ഇവിടുന്ന് ഇത്രയും ഭാഗമാണ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് എൽ.
ആൻഡ് ഈ ക്യൂബിൻ്റെ ലെങ്ത് ആണ് ക്യാപിറ്റൽ എൽ. സോ ദിസ് ആംഗിൾ ഈസ് 5. ഓക്കെ, ഇനി ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നു, ഈ എൽ ബൈ ഈ ഒരു എൽ. സോ സ്മോൾ എൽ ബൈ ക്യാപിറ്റൽ എൽ. ഓക്കെ, ദാറ്റ് ഈസ്, അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു ആംഗിൾ ആയിട്ട് എഴുതുന്നു. ദാറ്റ് ഈസ് tan phi. ഓക്കെ, സോ ദാറ്റ് ഈസ് tan phi. ഇതിനെയാണ് ഈ ഫൈ എന്നുള്ള, അപ്പോൾ ഇത് ചെറിയ ആംഗിളാണ് ഉണ്ടാവാറ്. സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5. ദിസ് phi ഈസ് കോൾഡ് ഷിയറിംഗ് strain. Okay, so shearing strain is equal to, so shearing strain phi is equal to L by L. Now we have A dash is equal to B dash is equal to L, and AD equal to BC equal to capital L. Now let's define what is shearing stress. So shearing stress is equal to tangential force divided by area of face. That is equal to F divided by A. Okay. Modulus of rigidity eta is equal to F divided by 5, or this is equal to F divided by A into 5. Ini phi is equal to L by L ആണ്. So this is equal to F into L by F into L capital L by A into L. അപ്പോൾ നോക്കി നോക്കൂ, ഇതേ ഡെഫിനിഷൻ തന്നെയല്ലേ നമുക്കിവിടെ നേരത്തെ ഇവിടെ യങ്സ് മോഡുലസിൻ്റെ കേസിലും കിട്ടിയത്. നോക്കി നോക്കൂ കേട്ടോ, യങ്സ് മോഡുലസിൻ്റെ കേസിൽ കിട്ടിയ അതേ ഡെഫിനിഷൻ തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു കേസിലും കിട്ടുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് വൺ ഫോർ ദ യങ്സ് മോഡുലസ്. പക്ഷെ അത് ലീനിയർ സ്ട്രെസ് അല്ല, ഇവിടെ അപ്ലൈ ചെയ്തത് പറഞ്ഞാൽ എന്തൊരു ടാൻജൻഷ്യൽ സ്ട്രെസ്സാണ്. അതുപോലെ നേരത്തെ നമ്മൾ യങ്സ് മോഡുലസിൽ അപ്ലൈ ചെയ്തത് പറഞ്ഞാൽ ലീനിയർ സ്ട്രെസ്സാണ്. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് പറഞ്ഞാൽ ടാൻജൻഷ്യൽ സ്ട്രെസ്സാണ്. അതുപോലെ നേരത്തെ അപ്ലൈ ചെയ്തത് ലീനിയർ സ്ട്രെസ്സാണ്. നൗ ഇൻ SI system, Y, K and eta അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ യൂണിറ്റ് നിങ്ങൾ നേരെ ഓർമ്മിച്ച് വെച്ചോളൂ, കാരണം ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അത് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഉള്ളത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കും കൂടി ഒരെണ്ണം കൂടി പറയാനുണ്ട്. അതിൻ്റെ പേരാണ് പോയ്സൺസ് റേഷ്യോ. ഇത് വളരെ സിമ്പിൾ സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലെങ്ത്ത്, ഒരു വയർ എടുത്തു. ആ വയർ എടുത്തിട്ട് നമ്മളതിനെ സ്ട്രെച്ച് ചെയ്യണം. സപ്പോസ് യു ഹാവ് എ വയർ ആൻഡ് യു ആർ ഗോയിങ് ടു സ്ട്രെച്ച് ഇറ്റ്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരു കുറച്ചും കൂടി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ലെങ്ത്ത് കൂടുന്നതിനൊപ്പം അതിൻ്റെ തിക്നെസ്സിൽ ഒരു ചെറിയ ഒരു കുറവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ. Now we have within elastic limit the lateral strain is proportional to the longitudinal strain. That is, lateral strain is proportional to the longitudinal strain within elastic limit. അപ്പോൾ അതിനെ ഈക്വൽ ടു ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് അപ്ലൈ ചെയ്യാം. ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് നോൺ ആസ് പോയ്സോൺസ് റേഷ്യോ. സോ പോയ്സോൺസ് റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ
സിഗ്മ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ്. സോ സിഗ്മ വിച്ച് ഈസ് ദ പോയ്സൺസ് റേഷ്യോ. സോ സിഗ്മ ഈസ് ഈക്വൽ ടു beta by alpha, where beta is the lateral strain and alpha is the longitudinal strain. Okay, so ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഇലാസ്റ്റിക് കോൺസ്റ്റൻസിനെ പറ്റി പഠിക്കാൻ.